സംസ്ഥാനത്തെ അംഗനവാടികളിൽ ഭക്ഷണത്തിനായി പരിഷ്കരിച്ച മെനു പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഫണ്ടാണ്. പുതിയ മെനു അനുസരിച്ചുള്ള ഭക്ഷണം കുട്ടികൾക്ക് നൽകാൻ പണമില്ലെന്നാണ് അംഗനവാടി ജീവനക്കാർ പറയുന്നത്. മുട്ട ബിരിയാണി, വെജ് പുലാവ് തുടങ്ങി നിരവധി പുതിയ വിഭവങ്ങളുമായാണ് അംഗനവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. ഇതിനു പിന്നാലെ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നാരങ്ങാ വെള്ളം, അതത് സമയങ്ങളിൽ ലഭിക്കുന്ന പഴങ്ങൾ ഉപയോഗിച്ച് ജ്യൂസ്, കരിക്കിൻ വെള്ളം, മോരിൻ വെള്ളം, കഞ്ഞിവെള്ളം എന്നിവ നൽകാനും നിർദ്ദേശം നൽകി. പലഹാരങ്ങളും അവയ്ക്ക് രുചി കൂട്ടാൻ ഏത്തപ്പഴം, ചക്കപ്പഴം, മധുരക്കിഴങ്ങ് എന്നിവയും നൽകണം. ഇനി ഇതിനെല്ലാം കൂടി അനുവദിച്ചതാകട്ടെ ഒരു കുട്ടിക്ക് 6 രൂപയും. ബാക്കി തുക തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്നാണ് ചട്ടം. എന്നാൽ അവർ എവിടെ നിന്ന് കൊടുക്കുമെന്നതാണ് അടുത്ത ചോദ്യം. കൂടാതെ അംഗനവാടി കുട്ടികൾക്ക് പാലും നൽകി വരുന്നുണ്ട്. ഇനി അഥവാ അംഗനവാടിയിൽ ഒരു ദിവസം ഒരു കുട്ടി വന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ പാൽ തൈരാക്കി പിറ്റേന്ന് കൊടുക്കാമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. ഈ വർഷം മുതൽ ആഴ്ചയിൽ 3 ദിവസം മുട്ടയും പാലും നൽകണമെന്നാണ് ചട്ടം. ഒരു ദിവസം കുട്ടി വന്നില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം അത് നൽകിയെന്ന് ഉറപ്പാക്കണം. 56 ആഴ്ചകളിലായി 156 മുട്ടയും 125 മില്ലി പാലും കുട്ടികൾക്ക് നൽകണമെന്നതാണ് ചട്ടം. പാലും മുട്ടയും നൽകാനുള്ള തുക വനിതാ ശിശുവികസന വകുപ്പ് അനുവദിക്കുമെന്നതാണ് ആകെയുള്ള പ്രതീക്ഷ. സ്കൂളിലെ പുതുക്കിയ മെനുവും ഫണ്ട് പ്രശ്നങ്ങളും നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അംഗനവാടികളിലെ ഫണ്ട് പ്രശ്നവും ഉയർന്നു വരുന്നത്.